ശ്രീത്ത് ഈ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ വലിയ മഹാസമ്മേളനം നടക്കുകയാണ്. കേരളത്തിലെ നായന്മാരുടെ മുഴുവൻ ആസ്ഥാനമാണ്. നായന്മാരുടെ കണ്ണുകൾ മുഴുവൻ ഇന്ന് അവിടേക്കാണ് എന്നൊക്കെ പലരും പറയുന്നു. പിന്നെ അത് ഈ മൂത്ത നായന്മാരുടെ കണ്ണുകളാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി ഒരു നല്ല നായരായിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നിരവധി പ്രമുഖരായിട്ടുള്ള നായന്മാരിങ്ങനെ കുപ്പായം തുന്നി റെഡിയായി നിൽക്കുകയാണ്. ഏത് നായരെ ആയിരിക്കും സുകുമാരൻ നായർ വരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായർ വരിക്കുന്നതിന് മുമ്പ് ജനം ആരെയായിരിക്കും ഭരിക്കാൻ പോകുന്നതെന്നുള്ളത് അതിനിനി സമയമുണ്ട്. പക്ഷേ ഇവർ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. വള്ളം അക്കരെ എത്തിയിട്ടല്ലേ ഇറങ്ങി ഓടേണ്ട കാര്യമുള്ളൂ. വള്ളത്തിനകത്ത് നിന്ന് ഓടിയാൽ എന്തായിരിക്കും സ്ഥിതി? വള്ളം മുങ്ങിപ്പോകും. ഇപ്പം മന്നം ജയന്തി ആഘോഷിക്കുമ്പോൾ സാധാരണ നമ്മളിത് കേൾക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി, ഇങ്ങനെ ഓരോ അംബേദ്കർ ജയന്തി, അങ്ങനെ പലരുടെയും ജയന്തി ആഘോഷിക്കാറുണ്ട്. ഈ ജയന്തി ആഘോഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചെയ്തിട്ടുള്ള മഹത് സേവനങ്ങളും മറ്റുമാണ് പുകഴ്ത്തിക്കൊണ്ടുവരുന്നത്. പുകഴ്ത്തുക ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, ഉള്ളതുപോലെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പം മന്നത്തിനെ മറന്നുകൊണ്ട് ഈ രമേശ് ചെന്നിത്തല നായരെയാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ഈ 148ാമത് ജയന്തി ആരുടേതാണെന്നാണ് ഇപ്പോൾ സംശയിച്ചു പോകുന്നത്. ഇതെന്ത് വിരോധാഭാസം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പെരുന്നയിൽ പിന്നെ അവിടെ പോപ്പിൻ്റെ ആസ്ഥാനത്ത് നിന്ന് എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? രമേശ് ചെന്നിത്തലയാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്ത് പുകയായിരിക്കും മോളിൽ നിന്ന് വരുന്നത്? അങ്ങനെയാണ് പോപ്പിനെ നിർണ്ണയിക്കുമ്പം അങ്ങനെയാണ്. എന്ത് ഒരു പുക, വെളുത്ത പുക അല്ലേ, കറുത്ത പുക. അപ്പോൾ ഇത് ഏത് പുകയായിരിക്കും എന്നുള്ളതാണ്. അതോ എല്ലാം പുകയായി പോകുമോ എന്നും അറിയത്തില്ല. അല്ല, അങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ പുകയായി പോയ ഒരു വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂറുമായി ബന്ധപ്പെട്ട് ഇതിന് സമാനമായ രീതിയിൽ തന്നെ മന്നം ജയന്തിക്ക് അദ്ദേഹം അവിടെ എത്തി പ്രസംഗിച്ചിരുന്നു. പിന്നീട് SNDP യോഗത്തിൻ്റെ അവിടെ പോയി വെള്ളാപ്പള്ളി നടേശനെ കാണുന്നു, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ തേടുന്നു. അങ്ങനെ എല്ലാവരും അന്ന് ചർച്ചയായിരുന്നത് അടുത്ത മുഖ്യമന്ത്രി ഇതാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശശി തരൂർ വരുന്നു, പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകും, തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കില്ല, തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം ഏതെങ്കിലും തിരുവനന്തപുരം അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും, വിജയിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തെ കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. അതും പോയിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. അതും കൂടെ ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുൻപോ കുറച്ച് നാൾ മുൻപോ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ സീറ്റിലും അദ്ദേഹം പരാജയപ്പെട്ട് കുത്തുപ്പാള എടുത്തു പോകുന്ന ഒരു രീതിയിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ നടക്കുന്നത്, പെരുന്നയിൽ നടക്കുന്നത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെ മാറിയിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ രീതിയാണ്. ആ രീതിയിലേക്ക് വരെ ചിലപ്പോൾ മാറാവുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നത്. അദ്ദേഹം എന്തോ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് പെരുന്നയിൽ കാണുന്നത്. എന്തായാലും പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ചരിത്രപരമായി തന്നെ ഇപ്പോൾ 10-11 വർഷത്തിലധികമായി അദ്ദേഹം ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട്, അന്ന് അറിയാമല്ലോ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ സുകുമാരൻ നായരും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും രണ്ട് തട്ടിലാകുന്നത്. അതിനുശേഷം ഈ 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് അവിടെ ഒരു തിരിച്ചുവരവുണ്ടായത്. അതിൽ അദ്ദേഹം വലിയ സന്തോഷിക്കുന്നതിൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ എന്തെല്ലാം നാം എതിർത്താലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്നാണല്ലോ NSS. അവർക്ക് ഒരു 10%-ലധികം വോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ആ സമുദായത്തിനും 10%-ലധികം വോട്ടുണ്ട്. പല തിരുവനന്തപുരം അടക്കമുള്ള പല സ്ഥലങ്ങളിലും ആര് വിജയിക്കണമെന്ന് നിർണ്ണയിക്കാനുള്ള ശക്തിയുള്ള ഒരു സംഘടന കൂടിയാണ്. രമേശ് ചെന്നിത്തല എന്തായാലും അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കാരണം ഇപ്പോൾ ഹൈക്കമാൻഡിനേക്കാൾ പവറോടുകൂടി ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതായി നാം വിശ്വസിക്കുന്ന ആ പെരുന്നയിലെത്തി അദ്ദേഹം എന്താണ് പറയുന്നതെന്നും എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. നാം പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രി പ്രശ്നം വിവാദമുണ്ടായില്ല. ഈ 5ാം മന്ത്രി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് സുകുമാരൻ നായർ ചില പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു. ഈ രമേശ് ചെന്നിത്തലയ്ക്ക്
താക്കോൽ സ്ഥാനം ചോദിക്കുകയാണ്. അങ്ങനെ താക്കോൽ സ്ഥാനം നേടിക്കൊടുത്തപ്പോൾ ആദ്യ ചവിട്ട് സുകുമാരൻ നായർക്ക് തന്നെയായിരുന്നു, പിന്നീട് NSS. അദ്ദേഹം പിന്നീട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടാവുകയാണ്, എന്നെ നായരായി ലേബൽ ചെയ്യേണ്ട ആരും, കാരണം ഞാനൊരു മതേതരത്വ സ്വഭാവമുള്ള ആളാണെന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളാണ് NSSനെ അന്ന് ചൊടിപ്പിക്കുകയും NSSും ഈ രമേശ് ചെന്നിത്തലയും തമ്മിൽ അകലുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി, പിന്നീട് പ്രതിപക്ഷ നേതാവാകുന്നു. 2021 ഇലക്ഷനിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ടു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി വീണ്ടും പിണറായി സർക്കാർ വീണ്ടും തുടർ ഭരണം ഉണ്ടാകുന്നു. അങ്ങനെ ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നീട് VD സതീശൻ ഉദയം ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ VD സതീശനെ എതിർക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ NSSും അതോടൊപ്പം തന്നെ SNDPയും എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്നിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഗുജറാത്തിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെല്ലാം ദയനീയമായി നിൽക്കുന്ന ഒരു പ്രഭാരിയാണ് അദ്ദേഹത്തിനായിരുന്നു ഈ മഹാരാഷ്ട്രയിലെല്ലാം ചുമതല. അങ്ങനെ ദയനീയമായി പരാജയപ്പെട്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പിന്തുണ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ സുകുമാരൻ നായർ പുകഴ്ത്തി പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ പുകഴ്ത്തി പറയുന്നു. ഇതിലെ ഏറ്റവും അവസാനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടായിട്ടുണ്ട്. കാരണം ജനുവരി 4-ന് സംസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടക്കുന്നുണ്ട്. അവിടെ ഈ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടുപ്പമുള്ള ഒരു സംഘടനയാണല്ലോ സമസ്ത. ആ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് പല നിർണായക തീരുമാനങ്ങളും എടുക്കാൻ കഴിവുള്ള സമസ്തയുടെ 4-ാം തീയതി നടക്കുന്ന യോഗത്തിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നുണ്ട്. അതും അദ്ദേഹത്തിന് വളരെ രീതിയിൽ ഗുണം ചെയ്യും. കാരണം ഈ മുസ്ലിം ലീഗ് മുൻകൈ എടുത്താണ് സംസ്ഥയുടെ ഈ യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ രമേശ് ചെന്നിത്തല എന്നും മുസ്ലിം ലീഗിൻ്റെ വളരെ ഇഷ്ടത്തോഴനാണ്. കാരണം മുസ്ലിം ലീഗ് എന്താണോ പറയുന്നത്, മുസ്ലിം ലീഗ് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. പക്ഷെ അത് സുകുമാരൻ നായർക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 5ാം മന്ത്രി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏറ്റവും അധികം അന്ന് പ്രതികരിച്ചത് NSS ആണ്. പിന്നീട് ഇപ്പോൾ ഷംസീറുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ഗണപതിയുമായി ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഇത് ആരാണ് ഹൂറിയെ കണ്ടത് ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ മുസ്ലിം സമുദായത്തെയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് സുകുമാരൻ നായർ. പക്ഷെ ആ സമുദായത്തിനും ആ സംഘടനയ്ക്കും വഴങ്ങുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെ ഉറച്ചു മുന്നോട്ട് പോകുമെന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നായർ സമുദായവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കരുത്തുള്ള നേതാക്കളും അവിടെയുണ്ട്. കാരണം കെ സി വേണുഗോപാലുണ്ട്, മുരളീധരനുണ്ട്, അങ്ങനെ അടക്കമുള്ള പല നേതാക്കളും ഈ മുന്നിലുള്ളപ്പോൾ VD സതീശനെ എതിർക്കാൻ, VD സതീശനും ആ സമുദായത്തിൽപ്പെട്ടാണ്. അപ്പോൾ VD സതീശനെ എതിർക്കുവാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നത് അദ്ദേഹം എത്രത്തോളം ഇനി തയ്യാറാകുമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശശി തരൂരിനെ വിളിച്ചതുപോലെ തന്നെ ഒരു യോഗത്തിന് വിളിച്ചതാണോ, അതോ ഇനി 2026 ഇലക്ഷനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം ഈ NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ആത്യന്തികമായി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 2019-ലും ഇതിന് സമാനമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിനുണ്ടായിരുന്നു. അപ്പോഴും 2021-ൽ ഈ രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി കുപ്പായമെല്ലാം തച്ചു റെഡിയായതാണ്. പക്ഷേ 2016-ൽ 91 സീറ്റ് നേടിയ CPM അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 99-ലേക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആദ്യം പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ആ സീറ്റ് നേടുകയാണ് ആദ്യം ചെയ്യാനുള്ളത്. അല്ലാതെ ഈ മുഖ്യമന്ത്രിയുമായുള്ള തർക്കങ്ങൾ എന്തായാലും ജനങ്ങളെ ഈ കോൺഗ്രസിനെ ഒരു കോമാളി വേഷമായി അവിടെ കെട്ടിക്കുമ്പോഴുള്ളൂ, അത് ഈ ജനങ്ങളെയെല്ലാം സ്വാധീനിക്കും. അങ്ങനെ ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും LDF ആയിരിക്കും അധികാരത്തിൽ വരിക. ഒരു നായർ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുകയും കൂടെ ഇല്ല.